ഇന്ന് മുഹീദ്ദീൻ മാലയിലെ 4-ാമത്തെ ബൈത്താണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഈ മാലയിലെ വരികളൊന്ന് കേൾക്കാം. സുൽത്താനുൽ ഔലിയ എന്ന് പേരുള്ളോവർ ചെയ്തവർ തായും ബാബയും ആണോവർ. ഈ വരികൾക്ക് സമസ്തയിലെ പ്രമുഖ പണ്ഡിതൻ കെ.വി. മുഹമ്മദ് മുസ്ലിയാർ പന്താവൂർ അദ്ദേഹം ഈ വരികൾക്ക് നൽകിയ വ്യാഖ്യാനം കൂടി നമുക്കൊന്ന് വായിക്കാം. ഔലിയാക്കളുടെ സുൽത്താൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹിയുടെ മാതൃവംശ പരമ്പരയും പിതൃവംശ പരമ്പരയും അന്ത്യപ്രവാചകനിലേക്ക് ചെന്നുമുട്ടുന്നു. കെ.വി. മുഹമ്മദ് മുസ്ലിയാർ പന്താവൂർ മുഹിയുദ്ദീൻ മാല വ്യാഖ്യാനം അതിൽ 3-ാമത്തെ പേജിൽ അദ്ദേഹം നൽകിയ വ്യാഖ്യാനമാണ് ഇത്. സഹോദരങ്ങളെ, ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ കുടുംബം നബി കുടുംബമാണ് എന്ന വിഷയത്തിൽ ആർക്കും എതിർപ്പുണ്ടാകുമെന്ന് തോന്നുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൗത്രനായ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബ പരമ്പരയിൽ ജനിച്ച സയ്യിദ് അബു സ്വാലിഹ് ഇബ്നു മൂസ എന്ന വ്യക്തിയാണ് മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹിയുടെ പിതാവ്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബ പരമ്പരയിൽ ജനിച്ച അമത്തുൽ ജബ്ബാർ ഫാത്തിമയാണ് ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹിയുടെ മാതാവ്. അതുകൊണ്ട് തന്നെ ഷെയ്ഖ് ജീലാനി അഥവാ മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി നബി കുടുംബത്തിൽപ്പെട്ട ഒരു മഹാനായ പണ്ഡിതനും മുത്തഖിയും ഹംബലി മദ്ഹബിൽ അറിയപ്പെട്ട ഒരു ഷെയ്ഖുമാണ് എന്ന് തുറന്ന് സമ്മതിക്കാൻ സത്യവിശ്വാസികളായ ആർക്കും ഒരു മടിയും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അഹ്ലുസുന്നത്തിന്റെ ധാരാളം പണ്ഡിതന്മാർ അദ്ദേഹത്തിന്റെ മഹത്വം എടുത്തു പറയുന്നുണ്ട്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അൽ ബിദായ വ നിഹായ എന്ന പ്രസിദ്ധമായ ചരിത്ര ഗ്രന്ഥത്തിൽ മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹിയെ കുറിച്ച് പറഞ്ഞത് അദ്ദേഹത്തിന് അതിഗംഭീരമായ ഒരു വ്യക്തിത്വം ഉണ്ടായിരുന്നു എന്നാണ്. അദ്ദേഹം അള്ളാഹുവിന്റെ മാർഗത്തിൽ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്തിരുന്നു എന്നാണ്. അദ്ദേഹം കൂടുതൽ ഭൗതിക വിരക്തി പ്രകടിപ്പിക്കുകയും അല്പം മാത്രം ദുനിയാവിനോട് ഇടപഴകിക്കൊണ്ട് ജീവിച്ച വ്യക്തിയാണ് എന്ന്. എന്നാൽ സഹോദരങ്ങളെ, ഇബ്നു കസീർ റഹിമഹുല്ലാഹ് സൂചിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹത്തെ കുറിച്ച് ചില കറാമത്തുകൾ അദ്ദേഹത്തിന്റെ പേരിലേക്ക് ചേർത്തിക്കൊണ്ട് പറയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അനുയായികളാണ് എന്ന് അവകാശപ്പെടുന്ന ഇത്തരം ആളുകൾ പ്രചരിപ്പിക്കുന്ന കറാമത്ത് കഥകൾ അവയിലെ പലതും അതിശയോക്തി ഉണ്ടാക്കുന്നതും ഷെയ്ഖിന്റെ പേരിലേക്ക് ചേർത്തി പറയുന്നതാണ് എന്ന് പണ്ഡിതന്മാർ